അല്ല, അമേരിക്കൻ സാമ്രാജ്യവാദ ശക്തികളുടെ ഈ വെനിസൂലൻ ആക്രമണത്തിനെതിരായി ലോകവ്യാപകമായി പ്രതിഷേധമുയരുകയാണ്. അത് എല്ലാ പുരോഗമന ശക്തികളും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒക്കെ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 36 പരമാധികാര രാജ്യങ്ങളെയാണ് അമേരിക്ക ഇപ്രകാരം അട്ടിമറിച്ചിട്ടുള്ളത്. 50-ലധികം ലോക നേതാക്കന്മാരെ അമേരിക്ക ഇതിനകം കൊന്നുകഴിഞ്ഞിരിക്കുന്നു. 2 കോടിയിലധികം ആളുകൾ അമേരിക്ക ഇതിനകം പല കാരണങ്ങൾ പറഞ്ഞ് കൊന്നുകഴിഞ്ഞിട്ടുണ്ട്. ഗാസയിൽ മാത്രം 10,000-ലധികം പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്നൊടുക്കിയത്. വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ 50 ലക്ഷത്തിലധികം ആളുകൾ അമേരിക്ക കൊന്നൊടുക്കി. ഇപ്രകാരം ഒരു പരമാധികാര രാജ്യത്തിന് മേൽ കുതിര കയറുവാൻ അമേരിക്കയ്ക്ക് എന്താണ് അവകാശം? കഴിഞ്ഞ 1 മാസമായി കരീബിയൻ കടലിൽ നടക്കുന്ന ഈ സൈനിക സന്നാഹം കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ മിണ്ടാതിരിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് പറയുന്ന ഇന്ത്യക്കാർ സുരക്ഷിതരായിരിക്കണമെന്ന് പറയുന്നതോടുകൂടി ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. വെനിസൂലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ, വെനിസൂലൻ പ്രസിഡന്റിനെ തിരികെ കൊണ്ടുവരുവാനുള്ള സമ്മർദ്ദമുയർത്തുവാൻ ഇന്ത്യയെപ്പോലെ രാജ്യത്തിന് കഴിയണം. അതാണ് ഇടതു പാർട്ടികൾ